എന്തിനും ഏതിനും എവിടെ പോകാനും ഗൂഗിൾ മാപ്പിനെ ആശ്രയിക്കുന്നവരാണല്ലേ നമ്മൾ. അത്തരത്തിൽ ഗൂഗിൾ മാപ്പ് കൊടുത്ത ഒരു പണിയുടെ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ പോകുന്നത്. മലപ്പുറം നിലമ്പൂർ വനത്തിൽ കുടുങ്ങിയ യുവാക്കളെ അഗ്നിരക്ഷാ സേന എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. ഇന്നലെ രാത്രി 12 മണിയോടെ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ സഞ്ചരിച്ച വാഹനത്തിലെ യാത്രക്കാരായ കൽപ്പറ്റ ഉമ്മുൽഖുറ അറബിക് കോളേജിലെ അധ്യാപകരാണ് കാഞ്ഞിരപ്പുഴ വനത്തിൽ കുടുങ്ങിപ്പോയത്. കല്യാണ വീട്ടിൽ നിന്ന് മടങ്ങിയ വഴി തെറ്റി വനത്തിനുള്ളിൽ അകപ്പെടുകയായിരുന്നു. ഇംതിയാസ് കരീം ചേരുന്നുണ്ട് തത്സമയം. ഇംതിയാസ്, ഇത്തരത്തിൽ ഗൂഗിൾ മാപ്പ് പണി കൊടുത്ത ഒരുപാട് പേരുടെ അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വഴി അവസാനിക്കുന്നിടത്ത് നിന്നിട്ട് മാപ്പ് നിന്ന് വീണ്ടും പറയും നേരെ പോയിക്കോളൂ എന്ന്. ഒരുപക്ഷെ റോഡ് അവിടെ അവസാനിച്ചിട്ടുണ്ടാവും, നേരെ മുൻപിൽ ഒരു പുഴയോ മതിലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കാണുക. പക്ഷെ ഗൂഗിൾ മാപ്പ് ഇങ്ങനെ നിർദ്ദേശം തന്നുകൊണ്ടേയിരിക്കും. ഇതിപ്പോൾ പണി കിട്ടിയത് ഒരു ഉൾക്കാട്ടിൽ ചെന്ന് അകപ്പെട്ടു എന്നുള്ളതാണ്. രക്ഷപ്പെട്ടു എന്നുള്ളത് എന്തായാലും ആശ്വാസകരമായ കാര്യമാണ്. പക്ഷെ ഇതൊരു മുന്നറിയിപ്പാണ്. പൂർണ്ണമായും ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ച് നീങ്ങേണ്ട എന്നുള്ളൊരു മുന്നറിയിപ്പ്. നമ്മൾ ചിലപ്പോൾ ഈ അറിയാവുന്ന വഴിയാണെങ്കിൽ പോലും ഈ ഗൂഗിൾ മാപ്പിനെ ആശ്രയിക്കുന്ന ഒരു സ്വഭാവം ഇപ്പോൾ പൊതുവെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ചിലപ്പോഴൊക്കെ അത് ഉപകാരത്തിൽപ്പെടും. കാരണം നമ്മൾ ഒരുപാട് ദൂരം പോകുമ്പോഴൊക്കെ ആദ്യമായിട്ട് പോകുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ഗൂഗിൾ മാപ്പ് ഉപകാരപ്രദമാവാറുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ ഇത്തരത്തിൽ ഗൂഗിൾ മാപ്പും പണി തരും എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഇവർ വയനാട് സ്വദേശികളാണ്. വയനാട്ടിൽ നിന്ന് 5 പേർ അവരുടെ സുഹൃത്തിൻ്റെ കല്യാണത്തിന് വേണ്ടി കല്യാണത്തിന് പോയി രാത്രിയിൽ മടങ്ങുന്ന സമയത്താണ് ഇങ്ങനെയൊരു പ്രശ്നം ഇവർക്ക് അനുഭവപ്പെട്ടത്. ഈ കാഞ്ഞിരപ്പുഴ, നിലമ്പൂരിലെ കാഞ്ഞിരപ്പുഴ വനം എന്ന് പറയുന്നത് അതിൻ്റെ നടുവിലൂടെ നല്ല റോഡുണ്ട്, മെയിൻ റോഡാണ്. പക്ഷേ ഈ റോഡിൻ്റെ 2 വശവും വലിയ കാടാണ്. മറ്റു വീടുകളോ ഒന്നും ആ ഭാഗത്തില്ല. ഒരുപക്ഷെ രാത്രിയിലൊക്കെ വളരെ വൈകി രാത്രിയിലൊക്കെ ആ സമയത്ത് അതിലൂടെ പോകുന്ന സമയത്ത് വാഹനം ബ്രേക്ക് ഡൗൺ ആവുകയൊക്കെ ചെയ്താൽ അവിടെ കുടുങ്ങുകയൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് പേടിയാവും. കാരണം അവിടുത്തെ ആ രാത്രി സമയത്തെ അവിടുത്തെ ഒരു രീതി, അതായത് കാട് മൂടിയ പ്രദേശമായതുകൊണ്ട് തന്നെ ആ രീതിയിൽ പേടി അനുഭവപ്പെടുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ആ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. ആ മഴയത്ത് ചെളി വന്നു. ആ ചെളിയിൽ അവരുടെ കാറിൻ്റെ ടയർ പൂണ്ടുപോയി. അങ്ങനെ വഴിയും തെറ്റി. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാവുകയാണ് ഉണ്ടായത്. എന്തായാലും ആ സമയത്ത് അവർക്ക് അഗ്നിരക്ഷാ സേനയെ അവർ വിവരം അറിയിച്ചു. അവരോടിയെത്തി ഇവരെ രക്ഷിച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് എവിടേക്ക് ഇറങ്ങിയാലും എവിടെ എന്ത് പ്രശ്നമുണ്ടായാലും ഒരു ഫോൺ കോളിലൂടെ നമ്മൾ രക്ഷിക്കാൻ ഇവരൊക്കെ ഓടിയെത്തും എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം. അതാണ് നമുക്ക് ഈ കാര്യത്തിലും പറയാനുള്ളത്. നേരത്തെയും ഈ ഫയർഫോഴ്സ് ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും രക്ഷകരായി മാറിയതിന്റെ കാര്യങ്ങൾ ഒരുപാട് തവണ രക്ഷകരായി എത്തിയപ്പോൾ ഇതിലൂടെ നൽകാനുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത് പൂർണ്ണമായും ഗൂഗിൾ മാപ്പിനെ മാത്രം വിശ്വസിച്ച് ഒരു യാത്ര നടത്തേണ്ട എന്നുള്ളത്.